നമ്മൾ പ്ലംബിംഗ് പ്രോജക്റ്റ് ചെയ്യുന്ന സമയത്ത് നമ്മൾ വളരെയധികം ശ്രദ്ധിക്കണം. അത് റെസിഡൻഷ്യലാണെന്നുണ്ടെങ്കിലും കൊമേഴ്സ്യലാണെന്നുണ്ടെങ്കിലും ഈ പ്ലംബിംഗ് പ്രോജക്റ്റ് ചെയ്യുന്ന സമയത്ത് 2 സ്റ്റെപ്പായിട്ടാണ് നമ്മൾ ചെയ്യുന്നത്. ആക്ച്വലി നമ്മൾ ആദ്യം പൈപ്പ് കാര്യങ്ങൾ നമ്മൾ ലേ ചെയ്യും, അത് കൺസീൽഡ് ആയിട്ട് നമ്മൾ ചെയ്യും. രണ്ടാമത് നമ്മൾ ടൈല് ഫിക്സ് ചെയ്തതിന് ശേഷം ഫൈനലായിട്ടുള്ള ഫിക്സ്റ്റേഴ്സ് വയ്ക്കുന്നത്. ഇതാണ് രണ്ടാമത്തെ പ്ലംബിംഗ്. അപ്പോൾ നമ്മൾ ആദ്യം ചെയ്യുന്ന സമയത്ത് തന്നെ നമ്മൾ ഇതിൻ്റെ ഷവറിൻ്റെ സിസ്റ്റം ഏതാണെന്നുള്ളത് കൺഫേം ചെയ്യണം. ഏത് ടൈപ്പ് ഷവറാണ്, ഡൈവേർട്ടർ ആണോ, തെർമോസ്റ്റാറ്റ് ആണോ, അല്ലെങ്കിൽ വാൾ മിക്സർ ആണോ, ഇത് കൊടുക്കണം എന്നുള്ളത് നമ്മൾ കറക്റ്റായിട്ട് നമ്മൾ അറിയേണ്ടതാണ്. രണ്ടാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ നമ്മൾ WC വയ്ക്കുന്ന സമയത്ത് ഏത് ടൈപ്പ് WC, പി ട്രാപ്പാണോ, എസ് ട്രാപ്പാണോ, ഫ്ലോറാണോ, വാൾമൗണ്ട് ആണോ, ഏതാണെന്നുള്ളത് നമ്മൾ കൺഫേം ചെയ്യണം. ഇല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ ഫൈനലിലോട്ട് എത്തുന്ന സമയത്ത് നമ്മൾ ഒത്തിരി മോഡൽ കണ്ട് നമ്മൾ ഇഷ്ടപ്പെട്ട് ആ സമയത്ത് അത് വേണമെന്ന് പറഞ്ഞാൽ ഒരു കാരണവശാലും നമുക്ക് ഈ പ്ലംബിംഗ് ലൈൻ നമുക്ക് ചേഞ്ച് ചെയ്യാൻ പറ്റത്തില്ല. അതുകൊണ്ട് വളരെയധികം കെയർഫുൾ ആയിരിക്കുക. ഇതുപോലെ വെറൈറ്റി ആയിട്ടുള്ള വീഡിയോസ് നിങ്ങൾക്ക് ലഭിക്കുന്നതിന് വേണ്ടിയിട്ട് ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാം. അതോടൊപ്പം തന്നെ ഞങ്ങൾക്ക് ഒരു എഞ്ചിനീയറിംഗ് ഡിവിഷൻ ഉണ്ട്. ആ എഞ്ചിനീയറിംഗ് ഡിവിഷനിൽ നിങ്ങൾക്ക് കൊമേഴ്സ്യലായിട്ടുള്ള റെസിഡൻഷ്യൽ ആയിട്ടുള്ള പ്ലംബിംഗ് പ്രോജക്റ്റുകൾ നിങ്ങൾക്ക് കോൺടാക്ട് ചെയ്ത് അതിനെ എക്സിക്യൂട്ട് ചെയ്യാനായിട്ട് പറ്റും.